വെൽക്കം ടു മൾട്ടി ട്രേറ്റ്സ്. സോ ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇയർ 9 സയൻസ് CBSE സിലബസിലുള്ള ചാപ്റ്റർ 2 ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ബെറ്റർ. ചാപ്റ്റർ നിങ്ങൾ ഓർക്കും ചാപ്റ്റർ 1 എന്ത് ചെയ്യുന്നത്. ചാപ്റ്റർ 1 ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ലിക്വിഡ്, സോളിഡ്, ഗ്യാസ് സ്റ്റേറ്റ്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ ലെസൺ ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം ഇട്ടിരിക്കുന്ന ലെസൺ 1 to 4 നോക്കുക. സോ ദിസ് വിൽ ബി വെരി സ്പെസിഫിക് അബൌട്ട് ചാപ്റ്റർ 2 ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ. പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് വെച്ചാൽ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഫോർ എക്സാമ്പിൾ ഉപ്പിൻ്റെ അകത്ത് നല്ല പ്യുവർ ഉപ്പാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറിയാം, ചിലപ്പോൾ നമ്മൾ ചില കടകളിൽ നിന്നൊക്കെ തൂക്കി മേടിക്കും ഉപ്പ്, അതിൻ്റെ അകത്ത് ചിലപ്പോൾ മണ്ണ് കാണുമായിരിക്കും. സോ ദെൻ ഇറ്റ് ഈസ് നോട്ട് പ്യുവർ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഈസ് എ മിക്സ്ചർ. സോ മിക്സ്ചറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, മിക്സ്ചേഴ്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് പ്യുവർ ഫോം ഓഫ് മാറ്റർ എന്നാണ് പറയുന്നത്. സോ ആർക്കാണ് എരിവുള്ള മിക്സ്ചർ അല്ലെങ്കിൽ മിക്സ്ചർ ഇഷ്ടമില്ലാത്തവർ? 4 മണിക്കൊക്കെ പലഹാരമായിട്ട് നമുക്ക് മിക്സ്ചർ ഇഷ്ടമല്ലേ? എനിക്ക് വളരെ ഇഷ്ടമാണ്. മിക്സ്ചർ ഉണ്ടെങ്കിൽ നല്ല കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പിയായി ഞാൻ. സോ മിക്സ്ചറിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ അകത്ത് കടലയുണ്ട്, ചിപ്സുണ്ട്, ബനാന ചിപ്സ് ഇട്ടിട്ടുണ്ടായിരിക്കാം ചില മിക്സ്ചറിൽ ഓമപ്പൊരിയുണ്ട്, പിന്നെന്തൊക്കെയുള്ളത്, എരിവിനായിട്ട് മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, കായം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലുള്ള മിക്സ്ചർ നമുക്കറിയാം. വെറൈറ്റി മിക്സ്ചേഴ്സ്. പണ്ടൊക്കെ ഒരു എരിയുള്ള മിക്സ്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ വളരെ ബോംബെ മിക്സ്ചറിന് കേട്ടിട്ടുണ്ടായിരിക്കാം. ചെറിയ പയർ, ഗ്രീൻ പയറുള്ള ചെറുപയറിട്ടിട്ടുള്ള ബോംബെ മിക്സ്ചർ ചിലർക്ക് ഇഷ്ടമായിരിക്കാം. അങ്ങനെ പല വെറൈറ്റി മിക്സ്ചേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ. സോ മിക്സ്ചർ എന്ന് വെച്ചാൽ എന്താണ്? മിക്സ്ചേഴ്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് പ്യുവർ ഫോം ഓഫ് മാറ്റർ. നമുക്കറിയാം മിക്സ്ചർ എന്ന് പറഞ്ഞാൽ കടല മാത്രമാണെങ്കിൽ അതിന് മിക്സ്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. മിക്സ്ചറിന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. സോ നമുക്കിനി സയൻസിൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് ചിന്തിക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, നല്ല കൊക്കക്കോള അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഓറഞ്ച് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അടങ്ങിയിട്ടുള്ളത്? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ? അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ അകത്താണെങ്കിൽ ഷുഗറുണ്ട്, പിന്നെ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഏത് ഫ്ലേവർ ചേർത്തിട്ടുണ്ട്, അങ്ങനെ പിന്നെ കാർബൺ ഡയോക്സൈഡ്, അതായത് നല്ല ഫിസിനെസ് വരാനായിട്ട്. അല്ലെങ്കിൽ നമുക്കറിയാം സോഫ്റ്റ് ഡ്രിങ്ക്സ് നല്ല കുടിച്ചു കഴിയുമ്പം നല്ല ഗ്യാസ് ഉള്ള സോഫ്റ്റ് ഡ്രിങ്കുകളുണ്ട് അല്ലേ? അതൊക്കെ നമുക്കിഷ്ടമാണ്. സോ എന്തുകൊണ്ടാണ്? ബിക്കോസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ മിക്സ്ചർ? ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് more than one kind of substances are there. എന്നാൽ നമുക്ക് ഉപ്പ് അല്ലെങ്കിൽ ഷുഗറിനെ പറ്റി ചോദിക്കുകയാണ്. ആർ ദേ മിക്സ്ചേഴ്സ്? ദേ ആർ നോട്ട് മിക്സ്ചേഴ്സ്, ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ്. എഗെയിൻ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിൽ ഇത് പറയുന്നതെന്നോടെ ചിന്തിക്കണം. ചില സമയത്ത് നമുക്കറിയാം ചില കടകളിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. കാരണം അവർ ഇച്ചിരി ലാഭത്തിനായിട്ട് വേറെ കുറേ കാര്യങ്ങളോട് ചേർക്കും. സോ ദെൻ ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ സബ്സ്റ്റൻസ്. Alright, so they are called mixtures. So now let's look at different types of mixtures. നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ഗോ ത്രൂ ദോസ് ആക്ടിവിറ്റീസ്. ഞാൻ 2.2 വാട്ട്സ് എ സൊല്യൂഷൻ. ഞാൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more substances. ഫോർ എക്സാമ്പിൾ ലെമണേഡ് അല്ലെ സോഡ വാട്ടർ ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് പാർട്ടുണ്ട്, പിന്നെ സോളിഡ് പാർട്ടുണ്ട്. സോളിഡ് പാർട്ട് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി ഗ്യാസ്, ഇറ്റ് ക്യാൻ ബി
alloy, anything. ഇപ്പം നമ്മളൊരു ലെമണേഡ് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് ഇറ്റ് ടേസ്റ്റ് ദ സെയിം അല്ലേ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആദ്യം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം നാരങ്ങാവെള്ളം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇച്ചിരി നല്ല ഷുഗർ ഇളക്കിയില്ല എന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യം കുടിക്കുമ്പോൾ അതിന് മധുരം ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഇറ്റ്സ് നോട്ട് എ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലേ? കാരണം ചില അടിയിൽ ഷുഗർ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കും, അത് അലിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അലിയിക്കും, ആദ്യം അലിയിച്ചിട്ട് വേണം നാരങ്ങ പിഴിയാൻ. അപ്പം അത് ഈവനായിട്ട് ഫുൾ ലെമണേഡിൽ ആ ലെമണേഡ് ടേസ്റ്റ് വരും, അല്ലെങ്കിൽ ഷുഗർ ടേസ്റ്റ് വരും. സോ ഇത് എന്താണ് നമ്മളെ മനസ്സിലാക്കുന്നത്? ദ പാർട്ടിക്കിൾസ് ഓഫ് ഷുഗർ ഓർ സോൾട്ട് ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സൊല്യൂഷൻ. ഇനിയും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ആസ് വി ആർ ഗോയിങ് ത്രൂ ദിസ് ലെറ്റ് മീ റിപ്പീറ്റ്. ഇപ്പം സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്. സോൾവെൻറ്റ് ഈസ് ഓൾവേസ് വാട്ടർ ആൻഡ് സൊല്യൂട്ട് ക്യാൻ ബി സോളിഡ് or gas or even liquid. Okay, so then we call it as a solution. For example, ഞാൻ ലെമണേഡ് ഉണ്ടാക്കുവാന്ന് വെച്ചു. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ സൊല്യൂട്ട്? എനിക്ക് ഷുഗർ ഈസ് എ സൊല്യൂട്ട്, നാരങ്ങയുടെ ജ്യൂസാണ് ഒരു സൊല്യൂട്ട്, ബട്ട് മജോറിറ്റി ഈസ് വാട്ടർ. സോ ദാറ്റ്സ് ദ സോൾവെൻറ്റ്. Now, if you hear, they are also describing about alloys. Alloys എന്ന് വെച്ചാൽ എന്താണ്? Alloys എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് 2 or more metals. ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ആയിട്ടുള്ള മെറ്റൽസ്, അല്ലെങ്കിൽ എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ. സോ ഇറ്റ് ക്യാൻ ബി 2 or more മെറ്റൽ കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ എ മെറ്റൽ പ്ലസ് എ നോൺ മെറ്റൽ. ഇതിനെ പറയുന്ന ആ കോമ്പിനേഷൻ, അതെന്തിനാണ് അങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? To give more strength to the metal. ഗോൾഡ്, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഗോൾഡ് ആഭരണങ്ങൾ വലിയ ഇഷ്ടമാണ്. ഗോൾഡ്, പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, നമുക്ക് കൈയും കൊണ്ട് ഇങ്ങനെ ഒടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, പ്യുവർ ഗോൾഡ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ കാതിപ്പൂ അല്ലെ മാല, അതങ്ങനെ ഒടിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ ഒടിക്കാം, പക്ഷേ ഇറ്റ്സ് ബിറ്റ് മോർ സ്ട്രോങ്. അതെന്തുകൊണ്ടാണ് സ്ട്രെങ്ത് വരുന്നത്? കാരണം ഗോൾഡ് എന്ന് പറഞ്ഞ ആ മെറ്റൽ സിങ്ക് അല്ലെ കോപ്പർ, കാഡ്മിയം, അങ്ങനെ പല തരത്തിലുള്ള മെറ്റലുമായിട്ട് കലർത്തും, ഒരു റേഷ്യോ ഉണ്ട്. അതുകൊണ്ടാണ് 8 കാരറ്റ് ഗോൾഡ് അല്ലെങ്കിൽ 17 or 18 കാരറ്റ് ഗോൾഡ് അല്ലെ 24 കാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു റേഷ്യോ ഉണ്ട്. ഇവർക്ക് ഈ ഗോൾഡ് അസോസിയേഷൻ്റെ റേഷ്യോ അനുസരിച്ചാണ് അവർ ഗോൾഡും അല്ലെങ്കിൽ കോപ്പറും അത് മിക്സ് ചെയ്യുന്നത്. സോ അനദർ എക്സാമ്പിൾ ഈസ് സ്റ്റീൽ. സ്റ്റീൽ is an alloy. It is made from iron and carbon. Bronze is made from copper and zinc. So these are examples for alloy. Alloy എന്ന് വെച്ചാൽ mixture of 2 or more metals or a metal and a non-metal, and they cannot be separated into their components by physical method. Physical method എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കോപ്പർ എന്തിയെ, സിങ്ക് എന്തിയെ, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഫിസിക്കലി. ബട്ട് യു ക്യാൻ ഡു ഇറ്റ് ഇൻ അതർ മെത്തേഡ്. ഇനിയും നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ. ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് എ സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഹാസ് ഗോട്ട് is a homogeneous mixture. The particles of a solution are very small, and they do not, because the particles are very small, they do not scatter a beam of light passing through the solution. So നമ്മളിപ്പോൾ ഒരു solution, for example, let's talk about orange juice. Orange juiceൻ്റെ അകത്തോടെ ടോർച്ച് അടിക്കുവാണെങ്കിൽ, because it's a solution, the path of the light is not visible. സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, സൊല്യൂട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് സോളിഡ്, അതായത് ഇപ്പം ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഷുഗർ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നാരങ്ങ ഓറഞ്ചിൻ്റെ ആ ജ്യൂസ് കോണ്ടൻറ്റ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോസസ്സ്, ദ പ്രോസസ് ഓഫ് cannot be separated from the mixture by the process of filtration. The solute particles do not settle down when left undisturbed, that is,
എ സൊല്യൂഷൻ ഈസ് സ്റ്റേബിൾ. സൊല്യൂഷൻ സ്റ്റേബിളാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ അടിഞ്ഞ് അടിയിലോട്ട് പോകത്തില്ല. അത് കറക്റ്റായിട്ട് ആ സൊല്യൂഷനായിട്ട് തന്നെ സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഞാനിവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? എക്സ് ആണോ വൈ ആണോ? So there are 2 terms we need to learn here, concentrated and concentrated. ഈ സ്പെല്ലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട്. കോൺസെൻട്രേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? ലുക്ക് അറ്റ് ദിസ് കളർ, ദ ഡാർക്ക് പേർപ്പിൾ കളർ അല്ലേ? സോ വി കോൾ ഇറ്റ് ആസ് കോൺസെൻട്രേറ്റഡ്. വാട്ട് അബൌട്ട് ദിസ് വൺ? ദിസ് ഈസ് വെരി ഡൈല്യൂട്ട്. കാരണം എന്താ? ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഹിയർ ആർ ലെസ് compared to this one. അതുകൊണ്ടാണ് we call it as a dilute. ഫോർ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഈ കോണിക്കൽ ഈ ഫ്ലാസ്കിൽ ലെറ്റ്സ് സേ there are 100 particles there. I'm just giving you a very simple example to help you understand. ഈ ഇതിലാണെങ്കിൽ ചിലപ്പം 20 പാർട്ടിക്കിൾസേ കാണത്തുള്ളൂ. Can you see that? That is the reason the solution, and you can see they are not the correct, they are not the same volume. But still you can see, let's say if that volume also is the same, then you can see definitely the differences between a concentrated solution and a dilute solution. Concentrated means it has more particles. For example, I have 2 beakers here. Okay, I have 2 beakers. ഇതിൻ്റെ അകത്ത് ഞാൻ 1 teaspoon ഓഫ് സോൾട്ട് ഇട്ടു. എന്താ ഇട്ടത്? സോൾട്ട്, നമ്മൾ കുക്ക് ചെയ്യുന്ന സോൾട്ട് 1 teaspoon. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു 10 teaspoon ഇട്ടു. ഏതായിരിക്കും കൂടുതൽ ഉപ്പ് ചുവയുള്ളത്? 1 teaspoon ആണോ 10 teaspoon ആണോ? 10 teaspoon. So we call this as concentrated solution. I'm mixing it with water definitely, okay? I'm mixing it with 50 ml of water. Sorry. So 2 ബീക്കർ അതിൻ്റെ അകത്ത് 50 ml വെള്ളം വെച്ച് ഞാൻ എടുത്തു. അതിൻ്റെ അകത്തോട്ട് 1 teaspoon സോൾട്ട് ഇട്ടു. ഇതിൻ്റെ അകത്ത് 10 teaspoon സോൾട്ട് ഇട്ടു, അല്ലെങ്കിൽ ലെറ്റ്സ് സേ 20. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പം this is very light salt. We can still taste the saltiness. This will be super salty. Clear? So that's the differences between a concentrated solution and a dilute solution. Okay, so now we are moving on to how to express the concentration of a solution. Now also we have to learn 3 different terminologies: saturated. So here we can see saturated solution and unsaturated solution. Okay, unsaturated and saturated. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ലെറ്റ്സ് സേ ഇപ്പം നമുക്കൊരു പുതിയ മോഹൻലാലിൻ്റെ ഒരു സിനിമ വന്നു. ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ സീറ്റ്, ലെറ്റ്സ് സേ 100 seats ആർ ഇൻ ദാറ്റ്, ആ സിനിമ ഹാളിൽ 100 സീറ്റ് ഉണ്ടെന്ന് വെച്ചു. ആ 100 സീറ്റിലും ആളിരിക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സാച്ചുറേറ്റഡ്. യു കനോട്ട് ആഡ് 1 more person there. ഒരാളോ 2 പേരെയോ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി ഫുൾ. ദ ടിക്കറ്റ് ഈസ് സോൾഡ് ഔട്ട്, ഫുൾ, റണ്ണിങ് ഫോർ 100 days എന്നൊക്കെ പറയത്തില്ലേ, അതിന് പറയുന്നതാണ് സാച്ചുറേറ്റഡ്. ചില സിനിമ ആദ്യത്തെ ദിവസം തന്നെ പൊട്ടിപ്പോയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഒറ്റ പേര് പോലും അത് കാണാൻ കയറുന്നില്ല. മേ ബി 2-3 പേര് കയറും, ബാക്കി സീറ്റ്സ് ആർ empty. We call it as unsaturated. So that's the same principle here. Saturated എന്ന് വെച്ചാൽ എന്താണ്? Let's say 50 molecules of water. Let's say 50 molecules of water. ഇതിൻ്റെ അകത്തും 50 molecules ഉണ്ട്. ഇതിൻ്റെ അകത്ത് I am putting another 50 salt particle. So each molecule or particle can be joined with another 50 salt particle. Here 50ക്ക് പകരം എത്ര ഇടുന്നു? നമ്മൾ 10 ഇടുന്നുള്ളൂ. അതിൻ്റെ അകത്ത് another 40
are empty particles of water. This is very, very simple example I am telling you just to understand that concept. Okay, so let's look at what are the different ways we can express. There are 3 different methods. One is mass of solute by mass of solution times 100. That's how you find the percentage of mass in a solution. Second one is mass by volume percentage of a solution. That means mass of solute by volume of solution times 100. The third one is volume of solute by volume of solution times 100. There is an example given here. Let's have a look at it. A solution contains 40 grams of common salt in 320 grams of water. നമ്മൾ എപ്പോഴും ഓർക്കും 320 grams എങ്ങനെ gram ആകുന്നത്? It should be milliliter. 1 ml is equal to 1 gram എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ 320 ml വെള്ളം ഉള്ളതുകൊണ്ടാണ് അതിനെ 320 grams എന്ന് പറയുന്നത്. സോ 320 grams of water. What is the whole salt in it? 40 grams. So what is the total mass of solution എന്ന് പറയുന്നത് എന്താണ്? രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ? 40 plus 320 is 360 grams. Then we have to use the formula. Mass of solute divided by mass of the whole solution. What is the mass of solute? 40 grams divided by 360 into 100. That gives you that percentage. That's how we find the percentage. Next we are looking at a suspension. Okay, before we do that, let's have a look at this picture here. One is solution. Solution എന്ന് വെച്ചാൽ ആ സൊല്യൂഷനെ നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ പോലും ഇറ്റ് വിൽ നോട്ട് സെഡിമെൻറ്റ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യത്തില്ല. the particles are evenly distributed. സസ്പെൻഷനാണ് രണ്ടാമത്തേത്. Third one, you can see there is the particles have settle to the bottom. That's a precipitate. Non-homogeneous systems like those obtained by group C activity. So what is a suspension? That's what we are going to look at. Solids are dispersed in liquid are called suspension. A suspension is a heterogeneous mixture in which the solute particles do not dissolve but remain suspended throughout the bulk of the medium. Particles of a suspension are visible to the naked eye. Now, what are the properties of a suspension? Suspension is a heterogeneous mixture. നമുക്കറിയാം കാണാം liquid കാണാം the particles കാണാം. So it's a heterogeneous. The particles of a suspension can be seen. Solution കാണാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റേത് കാണാൻ പറ്റും. The particles of a suspension scatter a beam of light passing through it and make its path visible. Suspension ആണെങ്കിൽ നമ്മൾ ഒരു ടോർച്ച് അടിക്കുകയാണെങ്കിൽ it will be visible. The solute particles settle down when a suspension is left undisturbed. കുറേ നേരം നമ്മൾ ആ സസ്പെൻഷനെ വെക്കുകയാണെങ്കിൽ the solute particles നമുക്ക് കാണാം sediment to the bottom. That is, a suspension is unstable. They can be separated from the mixture by the process of filtration. എന്നാൽ സൊല്യൂഷന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. The third one is colloids. What is colloid? The particles of a colloid are uniformly distributed throughout the solution. Throughout it is uniformly distributed. Due to the relatively smaller size of the particles as compared to that of suspension, the mixture appears to be homogeneous. But actually, a colloidal solution is a heterogeneous mixture. For example, milk. Colloids in example എന്താ ഓർക്കേണ്ടത്? മിൽക്ക് അങ്ങ് ഓർത്തോണ്ടാ മതി. മിൽക്ക്. Okay, so colloid example is milk. Again, we cannot see them with naked eye. കാരണം മിൽക്ക് ഒരു ഗ്ലാസ് മിൽക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണുകൊണ്ട്. But you can see through the microscope. But these particles can easily scatter a beam. This scattering of beam of light is called Tyndall Effect. Okay, അതിന് സ്കാറ്റർ ചെയ്യാൻ പറ്റും. Let's look at the properties. Colloid എന്ന് പറഞ്ഞാൽ heterogeneous mixture ആണ്. The particles are too small to be individually seen by naked eye. Colloids are big enough to scatter a beam of light, and they do not settle down when left undisturbed. That is, colloid is quite stable. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് how to separate the components of a mixture. എങ്ങനെയാണ് നമ്മൾ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? അതിന് പല പല മെത്തേഡുകളുണ്ട്. The first one, how can we obtain colored component dye from blue or black ink? അപ്പോൾ നമുക്കിവിടെ പിക്ചർ കാണാൻ പറ്റും. Evaporation is a process to separate the mixtures. Another form is നമുക്ക്
ഇപ്പം ഇന്ന് ഈ സമയത്ത് നമുക്കറിയാം കടയിൽ മേടിക്കാൻ പോകുന്ന ഫുൾ ക്രീം കിട്ടും, സ്കിംഡ് മിൽക്ക് കിട്ടും, ഡബിൾ ടോൺഡ് മിൽക്ക് കിട്ടും, പല പല തരത്തിലുള്ള മിൽക്ക് കിട്ടും അല്ലേ. ദീസ് വെറൈറ്റീസ് ഓഫ് മിൽക്ക് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് ഫാറ്റ്. So what are the applications? So that can be separated by centrifuge. Centrifuge എന്ന് പറഞ്ഞാൽ 2000 റൊട്ടേഷൻസ് പെർ മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മിൽക്ക് ഇടുവാണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് സെപ്പറേറ്റഡ് ഈ ഫാസ്റ്റ്. വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ്? യൂസ്ഡ് ഇൻ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറീസ് ഫോർ ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ്. നമുക്കറിയാം ബ്ലഡ് ടെസ്റ്റിന് പോവുകയാണെങ്കിൽ നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് എത്രയുണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് എത്രയും അവർ കണക്ക് തരും അല്ലേ. അതെങ്ങനെയാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദിസ് സെൻട്രിഫ്യൂജ് മെത്തേഡ്. യൂസ്ഡ് ഇൻ ഡയറീസ് ആൻഡ് ഹോം ടു സെപ്പറേറ്റ് ബട്ടർ ഫ്രം ക്രീം. Used in washing machine to squeeze out water from wet clothes. So centrifuge is a method we are commonly using even at home. How can we separate a mixture of two immiscible liquid? For example, ഒരു ഓയിലും വെള്ളം കൂടെ കലർന്നു പോയെങ്കിൽ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറേ നേരം വിട്ടുക. അപ്പോൾ ആ രണ്ട് ലെയർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. So then we can get rid of that water and get the oil. How can we separate a mixture of salt and a camphor? അപ്പോൾ അതിന് പിക്ചർ തന്നിട്ടുണ്ട് ഇവിടെ, നമുക്ക് കാണാം. Camphorum salt by sublimation. The process is called sublimation. അതായത് നമ്മൾ ക്യാംഫർ പെട്ടെന്ന് അത് വോളറ്റൈലാണ്, അതായത് ഇവ അതിൻ്റെ വേപ്പറായിട്ട് മാറും. ആ വേപ്പറിനെ നമുക്ക് കളക്ട് ചെയ്യാം, കാരണം അത് ഇറ്റ്സ് എ പ്യുവർ, വെരി പ്യുവർ. പിന്നെ ലാസ്റ്റ് വൺ ഈസ് ദ ഡൈ ഇൻ ബ്ലാക്ക് ഇങ്ക് എ സിംഗിൾ കളർ. നമുക്ക് ഈ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു ഇങ്ക്, ഒരു റെക്റ്റാങ്കുലർ ഫിൽറ്റർ പേപ്പർ എടുക്കണം, അല്ലെങ്കിൽ പേപ്പർ ടവൽ എടുത്താലും മതി. അതിൻ്റെ അവിടെ ഈ ഇങ്ക്, ഏത് ഇങ്കാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, റെഡ് ഇങ്കാണോ, ഒരു ഡ്രോപ്പ് ഓഫ് ഇങ്ക് അവിടെ ഒഴിക്കുക. എന്നിട്ട് നമ്മളത് വെള്ളത്തിൽ അതിൻ്റെ ടിപ്പ് മാത്രമേ ഡിപ്പ് ചെയ്യാവുള്ളൂ, ടിപ്പ് മാത്രം. So what happens, the water start going up and then the different dye gets separated. അതാണ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. So that's another method to separate color in a dye, pigments from natural colors, drugs from blood. ആ ഒരു മെത്തേഡാണ് ബ്ലഡിൽ ഡ്രഗ് കലർന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ ഇപ്പോൾ ക്രൂഡ് ഓയിൽ നമുക്കറിയാം, ഫോസിൽ ഡിപ്പോസിറ്റ് കഴിഞ്ഞ് നമ്മൾ ക്രൂഡ് ഓയിൽ കിട്ടുന്നു. ആ ക്രൂഡ് ഓയിലിനെ നമുക്ക് ഡിഫറെൻറ്റ് ദ ടൈപ്സ് ഓഫ് ഓയിലായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതിന് എന്നാ ചെയ്യേണ്ടത്? ക്രൂഡ് ഓയിൽ 400 or 500 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫ്രാക്ഷനേറ്റിംഗ് കോളം, ഇതിന് പറയുന്നതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. അതിനകത്തോട്ട് കിടത്തി വിടുക അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ കൂടും തോറും ദ പാർട്ടിക്കിൾസ് ദാറ്റ് of gasoline will get it separated at 150 degrees Celsius, other gas at 20 degrees, 200 degrees. You can see that different oil gets separated at different temperature. That's the method to separate different oil from crude oil. അങ്ങനെ different methods ഉണ്ട്. So let's get to so this process is called fractional distillation. സോ ദെൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദ കളറും ഹാർഡ്നെസ്സും റിജിഡിറ്റിയും ഫ്ലൂയിഡിറ്റിയും അത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ തന്നെ വെദർ ദ ആഫ്റ്റർ ടു എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പം when it forms a compound you get a new product. Physical change എന്ന് പറഞ്ഞാൽ പേപ്പർ, നമ്മൾ പീസ് ഓഫ് പേപ്പർ കീറി കളഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റിൽ ഇറ്റ് ഈസ് എ പേപ്പർ. ബട്ട് വെൻ യു ബേൺ ഇറ്റ്, വാട്ട് ഹാപ്പൻസ് ടു പേപ്പർ? ഇറ്റ് ബിക്കംസ് carbon. So then there is a chemical change. Now we are looking at what are the types of pure substances. So on the basis of their chemical composition, substances can be classified either as elements or compounds. Elements എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ ഞാൻ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ എലിമെൻറ്റ്സ്? ഈ പീരിയോഡിക് ടേബിൾ നമുക്ക് എലിമെൻറ്റ്സിനെ കാണാം, ദ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്, and they are divided into metals, non-metals, metalloids.
മെറ്റൽസ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, അതായത് അയൺ നല്ല പോളിഷ് ചെയ്ത അയൺ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഷൈനി. സോ അതിനുള്ള പേരാണ് ലസ്റ്റർ. സോ ദേ ആർ ഷൈനി. സോ മെറ്റൽസ് ആർ ഷൈനി. They have silvery grey or golden yellow color. They conduct heat. They are good conductors of heat and electricity. They are good conductors. They are malleable. And they can be hammered into different shape. Examples of metals are gold, silver, copper, iron, sodium, potassium. And remember, mercury is the only metal that is liquid at room temperature. അതായത് എല്ലാ സോളിഡും എല്ലാ മെറ്റലും they are solid at room temperature, but mercury is the only one that is liquid at room temperature. Now let's look at what are the properties of non-metals. Non-metals എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് മെറ്റൽസ് ആണെന്ന് ഓർത്തപ്പോൾ. ഷൈനി ആണെങ്കിൽ they are not shiny. They are poor conductors of heat and electricity. They are not lustrous. They are not malleable. They just break or shatter into pieces. For example, നമ്മുടെ കയ്യിൽ വിറക് കത്തിച്ച് കഴിയുമ്പോൾ കാർബൺ അതിനെ ഒന്ന് ഇടിക്കുകയാണെങ്കിൽ they just shatter into pieces. They display a variety of colors, however. അതുകൊണ്ടാണ് നമ്മൾ നോൺ മെറ്റൽസ് യൂസ് ഇറ്റ് ഫോർ various other purposes. Metalloids എന്ന് പറഞ്ഞാൽ they display both the characteristics of metals and metalloid. മെറ്റലിൻ്റെയും മെറ്റലോയിഡിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്നതുകൊണ്ടാണ് അതിനെ പറയുന്നത് മെറ്റലോയിഡ്. എക്സാമ്പിൾസ് ആർ ബോറോൺ, സിലിക്കൺ and germanium, etc. There are many others. Now let's look at the differences between a mixture and a compound. Mixture എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, they are compounds just mixed together, and mixture-ൻ്റെ അത് new compounds are not formed. They have a variable composition. The constituents can be separated fairly easily by physical method. നമുക്കിപ്പം ഒരു ബൗൾ ഓഫ് മിക്സർ കിട്ടുവാണെങ്കിൽ നമുക്ക് കടലിൽ സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നീണ്ടിരിക്കുന്ന ഓമപ്പുരി അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ചിപ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദെൻ വി കോൾ ഇറ്റ് ആസ് mixtures. Compounds എന്ന് വെച്ചാൽ elements react to form new compounds. The composition of each new substance is always fixed. The new substance has totally different properties. അതായത് വെള്ളത്തിൻ്റെ ഫോർമുല എന്നാ H2O. അതിൻ്റെ അകത്ത് 2 എലമെൻ്റാണ് ഉള്ളത്, ഹൈഡ്രജനും ഓക്സിജനും. വാട്ട് ഈസ് ദ റേഷ്യോ ദേ ഫൗണ്ട്? 1:2. ആ റേഷ്യോയിലുണ്ടായാൽ മാത്രമേ അതിന് വെള്ളമെന്ന് പറയത്തുള്ളൂ. വാട്ട് അബൌട്ട് H2O2? They are in a different ratio. ഇത് poison ആണ്. Okay, so this is very highly poisonous. But this we need to keep our life or sustain our life. And they can only be separated by chemical method or electrochemical reactions. അതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ they can be only done by chemical or electrochemical reactions. So let's recap. So matter, we learned about matter in chapter 1, or in lessons 1 to 4 gives you detail about matter. Matter is made from solid, liquid or gas. Matter is divided into pure substances and mixtures. Pure substances are elements and compounds. Elements cannot be broken down to simpler substance. Compounds have fixed composition. They can be broken down into elements. Elements എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോപ്പർ, നൈട്രജൻ, ഓക്സിജൻ, അതൊക്കെയാണ് സിംഗിളായിട്ട്. കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ഓഫ് വാട്ടർ, മീതെയിൻ, ഷുഗർ, സോൾട്ട്, ബിക്കോസ് ദേ ആർ മെയ്ഡ് ഫ്രം 2 or more different elements. Mixtures, there are 2 types, homogeneous and heterogeneous. Homogeneous എന്ന് വെച്ചാൽ യൂണിഫോം ഇൻ കോമ്പോസിഷൻ. ഹോമോ is same. Hetero means different. So that's the difference between homo and hetero. അത് ഓർത്തിരുന്നാൽ മതി. Homo is same എന്ന് ഓർത്തോണം. Hetero is different. Example, ഷുഗറിൻ്റെ അകത്ത് ഷുഗർ മാത്രമേ ഉള്ളൂ അല്ലേ? സോൾട്ടിൻ്റെ അകത്ത് സോൾട്ട് മാത്രമേ ഉള്ളൂ. or salt in water, അല്ല sugar in water. They are just homogeneous. They are equally
there's sugar ഏത് ആ വെള്ളത്തിൻ്റെ ഏത് പാർട്ടിൽ നമ്മളെടുത്ത് ടേസ്റ്റ് ചെയ്താലും it has got that sweet taste. Heterogeneous, for example, sand and salt. They are not completely mixed. You can still see them and you can separate them if needed. Sugar and salt, water and oil, all these are example for heterogeneous mixtures. So to recap, we learned about what's a mixture, what's a solution, differences between a concentrated and a dilute solution. We learned about saturated, unsaturated elements, compounds, all these. So I hope this lesson will be easy for you now, and subscribe to our channel to learn more about the CBSE Year 9 and Year 10 or higher lessons, and give us a thumbs up if you like this lesson. And yes, so thank you for watching. Bye bye.